ഈ രാജശേഖരൻ തമ്പി ജീവിച്ചിരിക്കുന്ന കാലത്തോളം കോയിക്കൽ തറവാടിനൊരു ക്ഷയം സംഭവിക്കുവാൻ രാജശേഖരൻ തമ്പി സമ്മതിക്കില്ലമ്മേ, സമ്മതിക്കില്ല. അയ്യ അടിപൊളി. ഞാൻ ഈ DYSP പണി രാജിവെച്ചിട്ട് സ്ഥിരമായിട്ട് സീരിയലിൽ അഭിനയിക്കാൻ പോയാലോ എന്നിങ്ങനെ ആലോചിക്കുക. യോ ഡയറക്ടർ സാറേ. അതെ 3 മണിയാകുമ്പോ ലൊക്കേഷനിൽ എത്തണം കേട്ടോ. അയ്യോ എനിക്ക് 7 മണിക്ക് രാത്രി ഷൂട്ടാ പറഞ്ഞേക്കുന്നേ. അല്ലല്ല അത് മാറ്റി വൈകിട്ട് 3 മണിക്ക് എത്തണം. അയ്യോ സാറേ ഞാൻ ഡ്യൂട്ടിയാ. എടോ കണ്ടിന്യൂറ്റി ആണ്. താൻ 3 മണിക്ക് തന്നെ എത്തിയേ പറ്റുള്ളൂ. സാറേ സംഭവം എന്തെന്ന് വെച്ചാലേ ഇവിടെ ആശ്രിത നിയമനത്തിന്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ DYSP. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഈ ടെസ്റ്റ് നടത്തണമെന്നാണ് നിയമം. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് വരാം സാറേ. എടോ താൻ ഏത് DYSP ആണേലും വൈകിട്ട് 3 മണിക്ക് ലൊക്കേഷനിൽ എത്തണം. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എടോ ലൈറ്റ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഷൂട്ട് ചെയ്യണോന്ന്. സാറേ വരാം സാറേ, വരാം. താൻ വന്നില്ലെങ്കിൽ വേറെ പണിയറിയാവുന്നവരെ കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യിക്കുവേ. അയ്യോ വേറെ ആരും വിളിക്കില്ല സാർ. അയ്യോ സാറേ അയ്യോ എന്റെ ദൈവമേ, 1500 മീറ്റർ ഓടാനെ കൊണ്ടൊരു കഴകം കെട്ടാൻ പോയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ഓടേണ്ടതാ. ഇവനെ കാണുന്നില്ലല്ലോ. ഇവൻ എവിടെ പോയി കിടക്കുന്നതാ ഇവൻ? അയ്യോ ഓടാൻ പോയ ആളാ സാറേ. പറഞ്ഞത് കാര്യമായിപ്പോ. അല്ലെ നിന്നെ എടുത്ത് ഞാൻ വണ്ടിയുടെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ടേനെ കണ്ണ് കാണാതിരിക്കാൻ. എടാ 20 മിനിറ്റ് എടുക്കത്തുള്ളൂ ഈ 1500 മീറ്റർ ഓടാൻ. നീ പോയിട്ട് 3 മണിക്കൂറായി. എവിടെ പോയി കിടക്കുവായിരുന്നടാ? ഞാൻ പോകുന്ന വഴിക്കായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുമ്മയുടെ വീട്. ഞാൻ അവിടെ ചെന്നിട്ട് അത്തരം പേര് കയറിയില്ല. കുഞ്ഞുമ്മ എന്നെ വടക്ക് പറയുമല്ലോ. പിന്നെ ഞാൻ കുഞ്ഞുമ്മയുടെ വീട്ടിൽ കയറി കാപ്പ് കുടിച്ചു, ചോറുണ്ട്, കുറച്ചു നേരം കാർട്ടൂണൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് വരുമായിരുന്നു. സാറിന് എന്തായാലും വിചാരിക്കട്ടെ വിചാരിച്ചു. അയ്യോ അവിടെ കിടന്ന് അത്താഴം കൊണ്ടിട്ട് ഒരു ഉറക്കോടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. നീ നിന്റെ അച്ഛന്റെ പകരമായിട്ട് പോലീസിൽ കയറാൻ വന്നവനാണോ? എടാ പോലീസ് ആവുന്നതിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? ലാത്തിൻ തൊപ്പി ചൂച്ചും. അതാണോ? എടാ പങ്ക്ച്വാലിറ്റി. അതെവിടെ കിട്ടും? അത് ഗോപാലൻ ചേട്ടന്റെ മാടക്കട കിട്ടും. നീ പോയി കാക്കിലോ വാങ്ങിച്ചോണ്ട് വാ. കൂടല്ലേടാ എടുത്ത് പൊക്കാൻ പറ്റത്തില്ല നിനക്ക് പങ്ക്ച്വാലിറ്റി. എടാ അതാണോ പറഞ്ഞത്? എടാ വിദ്യാഭ്യാസം ഒന്നുമില്ല. എത്ര ക്ലാസ് വരെ പഠിച്ചാ നീ? ഓഹോ നാണം വരുന്നു. ഞാൻ പെണ്ണ് കാണാൻ വന്നാണോ നിന്നെ? അല്ല അടിയിൽ എഴുതി കാണിച്ചാ സബ്ടൈറ്റിലോ? അതല്ലേ ഞാൻ അടിയിൽ എഴുതി കാണിച്ച എത്ര വരെ പഠിച്ചു? ഓ 8. അത് വളരെ കൂടിപ്പോയി. എന്താ അവിടെ വെച്ചങ്ങ് നിർത്താൻ കാരണം? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ സർവീസ് വെച്ച് മരിച്ചത്. അപ്പോഴേ എനിക്ക് എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് അവിടെ അങ്ങ് നിർത്തി. പോലീസ് ആവാൻ ഓസിന് വന്നേക്കുന്നവനെ കണ്ടോ? എടാ ഇനി ഒരു 5 ടെസ്റ്റ് കൂടെ ഉണ്ട്. 6 ടെസ്റ്റാണ് മൊത്തം. 5 എണ്ണത്തിൽ പാസ്സായാലേ നിനക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതെന്തിനു പരിപാടി? എന്റെ അച്ഛൻ ഈ ടെസ്റ്റ് പാസ്സായിട്ടാണല്ലോ ഈ പോലീസിൽ കയറിയത്. അച്ഛന് പകരമില്ല ഞാൻ കയറുന്നത്. ഞാനെന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? എന്നെ ഡയറക്റ്റ് അങ്ങ് എടുത്താൽ പോരെ പോലീസിലേക്ക്? ഡയറക്റ്റ് വന്ന് കയറാൻ ഞാൻ ഇവിടെ തട്ടുകട നടത്തുവല്ല. എടാ ടെസ്റ്റ് എടുത്തെങ്കിലും നിന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. അറിയാമോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിന്റെ നെഞ്ചളവൊന്ന് നോക്കണം. നെഞ്ചളവൊന്ന് നോക്കണം. ഷർട്ട് തയ്ക്കാനാണ് സാറേ. നിനക്ക് ഞാൻ ഓണത്തിന് തന്നില്ലല്ലോ. ഓണത്തിന് ഒന്നും തന്നില്ലല്ലോ. എടാ നെഞ്ചിന്റെ അളവ് നോക്കണം. വിരിക്കടാ. പല്ല് കിരിക്കാനല്ല പറഞ്ഞു, നെഞ്ച് വിരിക്കാൻ. ഇതെന്തുവാടാ പെട്ടി ഓട്ടോറിക്ഷയുടെ മുൻവശമോ? അല്ല നെഞ്ച് വിരിക്കുന്ന ഇവിടെ മോൻ ഇവിടെ വരെ നിന്റെ നെഞ്ചാണോടാ? എനിക്ക് അറിയത്തില്ല സാർ. നിനക്ക് അറിയത്തില്ല? എടാ ഈ നെഞ്ച് വിരിക്കുന്ന എങ്ങനെയല്ല ഞാൻ കാണിച്ചു തരാം. നെഞ്ച് വിരിക്കുന്നതിന് മുമ്പ് നെഞ്ചിലേക്കൊരു ബ്രീത്ത് എടുക്കണം. നെഞ്ചിലേക്ക് റീത്തില്ലേ വെക്കുന്നത്? ബ്രീത്ത് ശ്വാസം എടുക്കണമെന്ന് കണ്ടോണം. എന്നിട്ട് നെഞ്ചല്ലല്ലോ വിരിഞ്ഞത്. അതെ ഇന്നലെ നല്ലപോലെ വിരിഞ്ഞായിരുന്നു ഇതിനെക്കാട്ടിൽ. ഇന്ന് വെയിൽ കൊണ്ട് പാടിയതാ. അതെ അതെ. ഞാൻ ഈ പോലീസിലെ കേറുമ്പോഴേ ആദ്യം ഏത് കേസാ തെളിയിക്കേണ്ടത്? ഓഹോ കേസ് തെളിയിക്കാനായിട്ട് മുട്ടി നിൽക്കുമല്ലയോ? എടാ അങ്ങനെ കേസ് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്നാണ് നീ സുകുമാരക്കുറുപ്പിനെ പിടിച്ചോണ്ട് തടാ. എനിക്ക് കുറുപ്പ് എവിടെ ഇരിക്കുന്നത്? ഞാൻ എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. പച്ചക്കറിയുടെ കുറുപ്പാണോ? എടാ നിനക്ക് കോൺസ്റ്റബിൾ ആകുമ്പോ ഒന്നും കേസ് തെളിയിക്കാൻ പറ്റത്തില്ല. ഞാനെന്തോ ചെയ്തെന്ന് പറ. നീ ടെസ്റ്റ് എഴുതി വലിയ ഉയർന്ന നിലയിലെത്തുമ്പോഴേ നിനക്ക് കേസൊക്കെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. സാറെന്തെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? പിന്നെ ഇന്നലെ എന്റെ കൊച്ചിന്റെ പേന തെളിയായിരുന്നപ്പോ ഞാൻ തെളിയിച്ചു കൊടുത്തു. അല്ല ഞാൻ ഒത്തിരി കേസ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്ത് പാലോട് പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ പിടിച്ചത് ഞാനാ. അതൊക്കെ മോശം പരിപാടിയാ കാണിക്കുന്നത്. എന്തോ മോശം? ഈ പാലടപ്രധാനൊക്കെ വെച്ച ആളിനെ പ്രതിയായിട്ട് കേസെടുക്കാന്ന് പറഞ്ഞത്. പാലടപ്രധാനാണോ പറഞ്ഞത്? എടാ പാലോട് എന്ന സ്ഥലത്ത് പ്രമാദമായ ഒരു കേസ് നടന്നു. ആ കേസിന്റെ തുമ്പ് കണ്ടെത്തിയത് ഞാനാ. അപ്പൊ അതിന്റെ തലയിൽ നടക്കുന്ന ഭാവം ആര് കണ്ടുപിടിച്ചത്? DYSPയോട് തർക്കുത്തരവല്ലയോ? യു റിജക്റ്റഡ്. എന്നെ എടുത്തില്ലേ പോലീസില്? ആര് പറഞ്ഞു? ആ റിജക്റ്റഡ് എന്ന് പറഞ്ഞു. എടാ കടകം കെട്ടവനെ, റിജക്റ്റഡ് എന്ന് പറഞ്ഞാലേ നിന്നെ വേണ്ട, നിന്നെ കൊള്ളത്തില്ല, പോടാ ഇറങ്ങി പോ. അപ്പൂപ്പോ. ആരെടാ അപ്പൂപ്പാന്ന് വിളിച്ചേ? ഞാൻ അപ്പൂപ്പനായിട്ടാ വന്നേ. അപ്പൊ ഇവിടെ വന്നിട്ട് മേക്കപ്പ് ഒക്കെ തുടച്ചു കളഞ്ഞാണോ? അതല്ല ഞാൻ എന്റെ അപ്പൂപ്പനായിട്ടാ വന്നേ. അപ്പൂപ്പോ അപ്പൂപ്പോ ഓടി വാ. അപ്പൂപ്പോ എന്നെ പോലീസെടുക്കാൻ പറ. എന്നെ പോലീസെടുക്കാൻ പറ. നിന്നെ പൊളിച്ചെടുക്കാൻ നീ കട്ടപ്പുറത്തിരിക്കുന്ന KSRTC ആണോ? ചെവിക്കകത്ത് നര കെട്ടിട്ട് പൊളിച്ചെടുക്കാനല്ല പറഞ്ഞേ. എന്നെ പോലീസെടുക്കാൻ പറയും സാറിനോട്. ആരാടാ പോലീസ് എടുക്കാത്തെ? അപ്പൂപ്പത്താടിയല്ലത്, എന്റെ ഡാഡി അപ്പനാത്. ആണോ? അയ്യോ ഉൽപ്പലാശം മാഷല്ലേ? അതെല്ലോ. മാഷ എന്നെ മനസ്സിലായോ? നിന്നെ എനിക്ക് അങ്ങോട്ട് 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 എങ്ങോട്ടാ മാഷേ? ഞാനാ വിശ്വനാഥ നാരായണ വെങ്കടേശ്വരയ്യ സുഭാഷ്.
സുഭാഷേ മാഷേ സുഭാഷേ ഉൽപ്പലാഷം മാഷേ സുഭാഷ് 250 രൂപ തരാമെങ്കിൽ ഒരു ജോഡി ലവ് ബേഡ്സിനെ തരാം. മാഷേ എത്ര നാളായി ഞാൻ കണ്ടിട്ടല്ലേ. ഇതൊക്കെ വല്ലാതെ വളർന്നു പോയല്ലോടാ. മാത്രമല്ല എല്ലാം വളർന്നിട്ടുണ്ട്. അതല്ലെന്ന് നീ വലിയ ആളായി പോയല്ലോ. ഇപ്പൊ ഞാനാ ഇവിടുത്തെ DYSP. ആണോ? ആഹാ, അങ്ങനെയൊക്കെ എത്തിയോ? ജീവിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടോടാ അതിനകത്ത് നിന്ന്? ഇല്ല, ഇത്തിരി പരവൊക്കെ ഇല്ല. ഞാൻ വൈകിട്ട് പിന്നെ മറൈൻ ഡ്രൈവിൽ കപ്പലിന്റെ കച്ചവടത്തിന് പോകും. അങ്ങനെ വേണം മിടുക്കൻ, അങ്ങനെ വേണം പിള്ളേര്. പഠിപ്പിച്ചവനായിപ്പോയല്ലേ, ഇവനെ പിടിച്ച് നൂറിട്ടായിരുന്നു. അപ്പൂപ്പ, ഈ പിള്ളേര് ഭയങ്കര ചൂടാ. എന്നെ പോലീസ് എടുക്കാൻ പറ, എനിക്ക് മുട്ടി നിൽക്കുക. ആരിവനോ? ചൂടനോ? പണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോഴേ എന്റെ നിഴല് കണ്ടാ ഇപ്പൊ മുള്ളുവാരുന്നവൻ. ശരിയാ മാഷിന്റെ നെള്ളു കണ്ട മുള്ളുമായിരുന്നു. പക്ഷെ ഈ സൂര്യഗ്രഹണ സമയത്തെ മുള്ളടിച്ചിട്ട് പാടായിരുന്നു. അന്ന് നിഴലില്ലല്ലോ. ഇതിന്റെ നെല്ല് കണ്ട് പേടിക്കുന്നു. സ്വന്തം നെല്ല് കണ്ടിട്ട് ഡിനോസോർ വരാന്നുകൊണ്ട് പേടിച്ച് മുള്ള നാളായി നിൽക്കുന്നേ. അപ്പൂപ്പനെ അടിച്ചേ? അപ്പൂപ്പനാ പറഞ്ഞ അടിക്കാൻ. അടി എന്ന് പറഞ്ഞ നിന്നെ അടിക്കുമെന്നാ പറഞ്ഞു. എന്നെ അടിക്കാൻ ഞാനും തിരിച്ചടിക്കും. നീ ഈ ധിക്കരിച്ച ആളാരെന്നറിയോ? ആരാ? ഇത് പഴയ സിംഹമാ. ഇപ്പൊ ഇച്ചിരി നരച്ചെന്നേ ഉള്ളൂ. ഇതാ നരസിംഹം. നരസിംഹം അതേ 5ാം ക്ലാസ്സിൽ വെച്ച് മാഷ് തന്നത് ഇപ്പോഴും ഇവിടെ ഉണ്ട്. 5ാം ക്ലാസ് വരെ ഇതില്ലായിരുന്നു ഇവിടെ. അതല്ലെന്ന് അടിയുടെ പാട് കിടപ്പുണ്ടെന്ന്. പോലീസ് എടുക്കാൻ പറ. സുഭാഷേ, എടാ മനെ, നീ ഒരു കാര്യം ചെയ്യാം. നിന്റെ ഈ പണിക്കകത്ത് എന്റെ ചെറുക്കനെ കൂടെ ഒന്ന് കൂട്ട്. അതെങ്ങനെ കൂട്ടും? ഞാൻ പെയിന്റിംഗ് പണിയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചെറുക്കൻ ധിക്കാരിയാണെന്ന്. ഇവന്റെ അച്ഛൻ എന്നെ ഭയങ്കര ബഹുമാനമായിരുന്നു. വിശ്വനാഥ നാരായണ വെങ്കടേശ്വരയ്യ സുഭാഷേന്ന് തികച്ച് വിളിക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് ബഹുമാനമായിരുന്നു എന്നെ. രവിന്ന് 2 പേര് വിളിക്കുമ്പോ അച്ഛനെ നാ കെട്ട് വീഴുമായിരുന്നു. പിന്നെ ഇത്ര നിങ്ങളുള്ള ഇടിയപ്പ പേര്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവനെ എടുത്താ തന്നെ ഇവനെ എടുത്തോണ്ട് എന്തുവാ പ്രയോജനം? എടാ, അതൊരു കാര്യമുണ്ട്. ഞാൻ ഇവനെ അപ്പം മരിച്ച പിന്നെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. കൊഞ്ചിച്ച് ലാളിച്ചു അങ്ങ് വളർത്തി. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എന്ത്? കൊഞ്ചിട്ട് താളിച്ച് വഴറ്റിയത്. കൊഞ്ചിട്ട് താളിച്ച് വളർത്തിയത് നല്ല പറഞ്ഞത്. പിന്നെ കൊഞ്ചിച്ചും ലാളിച്ചുവാ വളർത്തിയെന്ന്. അതുകൊണ്ട് എനിക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ മരിക്കുമ്പോഴേ ഇവൻ വേണം വെടിവെക്കാൻ. അയ്യോ, വെടിവെക്കുമ്പോഴില്ലേ മരിക്കുന്നത്? അല്ലെന്ന് പോലീസ് യൂണിഫോമിൽ വന്ന് ആചാര വെടിവെക്കണം. അത് മാഷെ വേണ്ട, ഒന്നും പേടിക്കണ്ട. പിന്നെ എന്തായാലും ജോലി കിട്ടും. അപ്പൊ മാഷ് മരിക്കുമ്പോ ഇവനെ കൊണ്ട് തന്നെ ഞാൻ വെടിവെപ്പിച്ചോളാം. പോരെ? പക്ഷെ വേറൊരു കാര്യം ഉണ്ടാ. എന്തുവാ? ഈ മരിച്ചു കിടക്കുമ്പോഴേ ഈ ആരായി വെടിവെക്കുന്നതെന്ന് എനിക്ക് അറിയാൻ ഒക്കുകയല്ലോ. അത് പറ്റത്തില്ല. അതുകൊണ്ട് ആ വെടി നീ ഇപ്പം ഇവിടെ വെച്ച് ഇവനെ കൊണ്ട് വെപ്പിക്കണം. അതൊന്നും പറ്റത്തില്ല. അങ്ങനൊന്നും വെടിവെക്കാൻ പറ്റത്തില്ല. ഇത് ഫോഴ്സിന്റെ തോക്ക. അങ്ങനൊന്നും വെടിവെക്കാൻ പറ്റത്തില്ല. എന്റെ ഒരു ആഗ്രഹം ഇല്ലയോടാ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ വെടിവെടി നടത്താനിരിക്കുവാണ് ഞാൻ. എവിടെ കിടന്നടാ ഇത്? അപ്പോ എന്റെ ആഗ്രഹം എന്റെ വിദ്യാർത്ഥി സാധിച്ചു തരത്തില്ല. അപ്പൂപ്പ, എന്റെ മുന്നേ വെച്ച് കരയല്ലേ. വൈകിട്ട് അമ്മൂമ്മയുടെ മുന്നേ കരഞ്ഞാ മതി. എന്റെ കണ്ണിന്റെ സ്റ്റോക്ക് തീരും. അതെ, ഒരു കാര്യം ചെയ്യ്. മാഷിന്റെ ഒരു ആഗ്രഹം അല്ലയോ? മാഷിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഉള്ള നിലയ്ക്ക് ഞാൻ സാധിച്ചു തരാം. വെടിവെക്കടാ. എങ്ങോട്ടാ വെക്കട്ടെ? പിടിക്കണം. എടാ, തോക്കിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കേ. നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എന്റെ കള്ളക്കാമുകൊന്നുമല്ലല്ലോ ഇത്. ചേർത്ത് പിടിക്കണം. അങ്ങോട്ട് പിടിക്കാം. ഇതുണ്ടോ? ഇതാണ് കാഞ്ചി. ഇതിൽ വലിക്കുമ്പോഴാണ് വെടി പൊട്ടുന്നത്. പൊട്ടിയില്ലെങ്കിലോ? പൊട്ടിയില്ലേലും കാഞ്ചി കേട്ടോ. അപ്പോഴ് ഞാൻ ഫയർ എന്ന് പറയും, നീ എന്തോ ചെയ്യും? ഞാൻ മുത്തുച്ചിപ്പി എന്ന് പറയും. എടാ, ഫയർ എന്ന് പറയുമ്പോ വെടി വെക്കണം. ഓക്കെ, റെഡി അല്ലേ? റെഡി, ഫയർ. നോക്കൂ, അത് പൊട്ടി വിരിയത്തൊന്നുമില്ല. കഴിഞ്ഞേ. ആലിപ്പഴം ഞാൻ കണ്ടില്ല. എന്തോ ആലിപ്പഴം വീണെന്ന്? ഈ ആലിപ്പഴം അല്ല, നീ മേപ്പോട്ടൊരു വെടി വെച്ചില്ലേ, ആ ഉണ്ട റിട്ടേൺ വന്ന് വീണതാ. ഗാന്ധിജിയൊക്കെ സത്യാഗ്രഹം കഴിഞ്ഞ് പോയോടാ. ബ്രിട്ടീഷുകാരല്ലേ വെടി വെച്ചാൽ, ഞാനാ വെടി വെച്ചത്. അടുത്ത ടെസ്റ്റിലോട്ട് കിടക്കുവോ മാഷേ? ഇനിയും പുഷപ്പ് അടിക്കാം. എന്നാ വായിക്ക്. എന്തുവാ? ദിൽക്കുഷ് അടിക്കാന്ന് പറഞ്ഞു. അയ്യോ, കനച്ചവല് കയറ്റുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? എടാ, പുഷപ്പ് അടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമന്ന് കിടന്നിട്ട് ഇങ്ങനെ പൊങ്ങും തടിച്ച സംഭവമില്ലേ? ഞാൻ ചെയ്യണോ? നീ ചെയ്യണോ? ജയ് 1. എന്താ കാണിക്കുന്നത്? പുഷപ്പ് അടിച്ചാ? പുഷപ്പ് അടിക്കാൻ പറഞ്ഞപ്പോ കിടന്ന് പുഴു അടിക്കുവാണോ? എന്നിട്ട് മാറാൻ മണ്ണ് തിന്നാതെ. ഇതാണോ പുഷപ്പ്? ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്ഥിരം ചെയ്യുന്നില്ലേ? പിന്നെ എത്ര പ്രാവശ്യം ചെയ്യുന്നറിയോ? കണ്ടോണേ. ഭയങ്കര പ്രയാസം ഇതൊക്കെ. ഈ പോലീസ് ജോലി എന്ന് പറഞ്ഞു. അയ്യോ, പോലീസ് ജോലി എന്ന് പറഞ്ഞാലേ ഭയങ്കര പ്രയാസമാടാവേ. അല്ല സാറേ. ഹലോ, ഇറങ്ങിയില്ലേ? സാറേ, ഞാൻ പറയാം സാറേ. ഇവിടെ ലൈറ്റ് പോണതിന് മുമ്പ് ഷൂട്ട് ചെയ്യണം, പെട്ടെന്ന് വാ. ഞാൻ പറയാം സാറേ, വേറെ ആളെ വിളിക്കില്ല സാറേ. ഓക്കെ. എടാ, 2 ഐറ്റം കൂടെ ഉള്ളൂ. ഇനി അടുത്തത് ഹൈ ജമ്പ്. തോണ്ടിരിക്കുന്നത് ചാടാ. കുഴപ്പമില്ലായിരിക്കും ഇല്ലയോ? ഇല്ല. എടാ, എടുത്ത് ചാടാ. അതിന്റെ മണ്ടക്കോട് ചാടാ. എങ്ങനെയുണ്ട് എന്റെ കൊച്ചുമോൻ? സാറിന്റെ കൊച്ചുമോനല്ലേ? ഇത് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.